ഇന്നത്തെ DCC ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഈ ധർണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി ആദ്യമേ അറിയിച്ചു. നമ്മുടെ ബഹുമാന്യായ പ്രസിഡന്റ് ശ്രീമതി സൽമാബായിയുടെ സൂചിപ്പിച്ചതുപോലെ കേരള സംസ്ഥാനം ഒരു വലിയ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിലാണ്. 1200 വരുന്ന വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, പിന്നെ മുനിസിപ്പാലിറ്റി, നഗരസഭ, തുടങ്ങിയ 101 വാർഡുകളുള്ള കോർപ്പറേഷൻ ഏതാണ്ട് ഒരു 30,000 കുറഞ്ഞത് സ്ഥാനാർത്ഥികൾ മത്സരം നടത്തുന്നത്. വേറെ കൂടുതലാവാനാണ് സാധ്യത. സാധാരണ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എല്ലാം വരുമ്പോൾ രാഷ്ട്രീയ കക്ഷികളുടെ സ്ഥാനാർത്ഥികളായിരിക്കും, മറ്റുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളോ ചെറിയ ഗ്രൂപ്പുകളുടെ സ്ഥാനാർത്ഥികളോ ഒക്കെ കുറവായിരിക്കുമെങ്കിൽ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിലെല്ലാം സംഭവിക്കുന്നത് വ്യക്തികളടക്കം പലയിടങ്ങളിലും അത്തരത്തിൽ നമുക്കെല്ലാം അറിയാം, പല ഗ്രാമങ്ങളിലും പല വാർഡുകളിലും എല്ലാം അത്തരത്തിൽ രാഷ്ട്രീയ കക്ഷികളുടെ സ്ഥാനാർത്ഥികളല്ലാതെ മറ്റു പലരും എല്ലാം സ്ഥാനാർത്ഥികളായി രംഗത്ത് വരുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ധർണ അത്തരം കാര്യങ്ങളെല്ലാം ഈ ഒരു സമയത്ത് നടത്തുമ്പോൾ അതിൽ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവരുടെ പങ്കാളിത്തം സ്വാഭാവികമായും കുറവായി. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇവിടെ എത്തിച്ചേർന്നവരാണ്. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത്. യാദൃശ്യമായിട്ടാണ് ഞാനിങ്ങനെ ഇന്നലെ എൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ചുമതലയുടെ ഭാഗമായി ഞാനിങ്ങനെ തമ്പാനൊരു ഭാഗത്ത് അവിടെ ഉണ്ടായിരുന്നപ്പോഴാണ് നിങ്ങളുടെ സംസ്ഥാന ട്രഷറും വേറെ 3-4 ചങ്ങാതിമാരും അതുവഴി പോയ ആളുകൾ എന്നെ ഓട്ടിച്ചിട്ട് പിടിച്ചത് അവിടെ വെച്ച് പടമല്ല എടുത്തത്. അല്ലെങ്കിൽ നമ്മൾ റോഡിലാണ്, തെരുവിലാണ് എന്നുള്ളത് കൊണ്ട് പിന്നെ അത് ഇങ്ങനെ എപ്പോഴും ഈ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി അങ്ങനെ ജനങ്ങൾക്കിടയിലാണ് ഞങ്ങളുടെ പല ആളുകളുടെ ജീവിതം തന്നെ. ഇതൊരു കൗതുകകരമായ ഒരു വാർത്തയാണ്. ഈ കടലാസിന് 18% GST ഉണ്ട് എന്നുള്ളത്. എൻ്റെ ശ്രദ്ധയിലൊന്നും വന്നിരുന്നതൊന്നുമല്ല. ഞാനിതിങ്ങനെ നിങ്ങൾ ഈ ധർണയുടെ ഭാഗമായി ഇത് പറയുകയും എന്നിട്ടും ഈ വാർത്ത ശരിയാണോ എന്നുള്ളത് ഇവിടെ നിങ്ങളുടെ ചില ചങ്ങാതിമാരോടും ഇവിടെ ഈ സിനിമാബായിയോടും എല്ലാം ഞാനിങ്ങനെ 18% GST ഏർപ്പെടുത്തി, ഇതിനപ്പുറം GST ഏതെങ്കിലും ഉണ്ടാകും. 18% അപ്പുറത്തേക്ക് ഇന്ത്യ ഗവൺമെൻറ് ഏതെങ്കിലും GST ഏർപ്പെടുത്തിയിട്ടുണ്ടാകും. അതിനപ്പുറം GST ഇല്ലല്ലോ. ഈ കടലാസ് എന്നുള്ളത് നമ്മൾ പണ്ട് ഈ ഇരിക്കുന്ന മക്കളുടെയൊക്കെ പ്രായത്തിലൊക്കെ താഴെ ഒരു കടലാസ് കിടന്നാൽ കടലാസിൽ അറിയാതെ ഒന്ന് ചവിട്ടിപ്പോയാൽ വീട്ടിലെ കാരണവന്മാർ, ചിലപ്പോൾ അമ്മാച്ചന്മാരോ അതല്ല അപ്പൂപ്പന്മാരോ കൊണ്ടെങ്കിൽ പറയും, അയ്യോ അത് തൊട്ട് കടലാസ് ചവിട്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ പിന്നെ കടലാസ് അങ്ങനെ കടലാസ് ചവിട്ടൽ മാത്രമല്ല, കടലാസ് ഇല്ലാതെ യാത്ര പോലും നടക്കില്ല. തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ പഴയ ന്യൂസ് പേപ്പർ അടക്കം 3-4 കയ്യിലെടുത്ത് വെച്ചിട്ടില്ല എങ്കിൽ അത്യാവശ്യം ഒന്ന് ശൗചാലയത്തിലേക്കൊക്കെ പോയിട്ട് വന്നാൽ വൃത്തിയായിട്ട് നമുക്ക് ഇരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി പത്രം വായിക്കുന്നവരും വായിക്കാത്തവരും അടക്കം കുറേ അത്തരത്തിൽ ഒരു ടിഷ്യൂ പേപ്പറായിട്ട്, ടോയ്ലറ്റ് പേപ്പറായിട്ടെങ്കിലും ന്യൂസ് പേപ്പറുകളെങ്കിലും അത്തരത്തിൽ പല ആളുകളും ചുരുട്ടിക്കൊണ്ടാണ് യാത്ര. കടലാസ് ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഇനി എത്രമാത്രം ഡിജിറ്റലൈസേഷനും കമ്പ്യൂട്ടറൈസേഷനും എന്ത് കോപ്പ് കൊണ്ടുവന്നാലും ഈ GST ഭവനിലിരിക്കുന്ന GST കമ്മീഷൻ തൊട്ട് താഴെ ഇരിക്കുന്നതായിട്ടുള്ള കഥോമണ്ഡല ഗോത്രം വരെയുള്ള ആളുകളുടെ മുന്നിൽ കൂടെ ഈ ഏതെല്ലാം ഫയലുകൾ അതെല്ലാം ഈ ഫയലാണെന്ന് പറഞ്ഞിരുന്നാലും അവരുടെ മുന്നിൽ ഈ കടലാസ് വന്നല്ലേ പറ്റൂ. ആ ഫയലുകൾ അപ്പോഴും അത്തരത്തിലുണ്ട്. പലതിൻ്റെയും ഫോട്ടോസ്റ്റാറ്റ് ഉണ്ട്. ഇതിവിടെ മാത്രമല്ല, നമ്മുടെ ഭരണസ്ഥിരാ കേന്ദ്രമാണ് സെക്രട്ടേറിയറ്റ്. ഈ ഫയൽ സമ്പ്രദായം അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം നോക്കുമ്പോഴും ഇപ്പോഴും നമ്മുടെ പഴയ രീതിയിലുള്ള അത്തരത്തിലുള്ള ഫയലുകൾ അങ്ങനെ ടൺ കണക്കിന് ഫയലുകളാണ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ. അത് കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ നമ്മൾ ചെന്നാൽ നോർത്ത് ബ്ലോക്കിലും സൗത്ത് ബ്ലോക്കിലും ഇപ്പോൾ പലയിടങ്ങളിലും പുതുതായി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള മന്ത്രി കാര്യാലയങ്ങളിലും അടക്കം ഇത്തരത്തിൽ ഇതൊരു അനിവാര്യമായ ഘടകമാണ്. കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ കുട്ടികൾ പാഠപുസ്തകം അവരുടെ ഈ പറയുന്ന ചുമലിലേക്ക് ബാഗിൽ കെട്ടി അവർ കൊണ്ടുപോകുന്നത് ഒക്കെ ശരിയാണ്. കുട്ടികളുടെ കയ്യിൽ ടാബുണ്ട്, മൊബൈലൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയുന്നതിനേക്കാൾ നന്നായി ആ മൊബൈൽ അത്തരത്തിലൊരു മൾട്ടിമീഡിയയായി ഉപയോഗിക്കാൻ കഴിയുന്നതായിട്ടുള്ള മക്കൾ പലരും ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ അപ്പോഴും കുട്ടികൾ നോട്ട് എഴുതുകയാണ്. പാഠപുസ്തകം പോലെ തന്നെ നോട്ട് പുസ്തകം ഉണ്ടായാലേ പറ്റുള്ളൊരു കുട്ടിക്ക് പഠിക്കാനായി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ അച്ചടി മാധ്യമങ്ങൾ അത്തരത്തിൽ ആളുകൾ വില കൊടുത്ത് വാങ്ങി വായിക്കുന്ന ഒരു നാടാണ് കേരളം. നിങ്ങൾ കോഴിക്കോട് നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ തൃശ്ശൂർ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് തിരുവനന്തപുരത്ത് വന്ന് രാവിലെയാണ് തീവണ്ടി
തീവണ്ടി ആഫീസിൽ നിങ്ങളൊരു ചായ അന്വേഷിക്കുന്നതിനോടൊപ്പം ഒരു പത്രം കൂടി അന്വേഷിക്കുക. നമ്മുടെ പലരുടെ വീട്ടിലെ രാവിലെ പാല് കൊണ്ടുവന്നോ എന്ന് നോക്കുന്നത് പോലെ പത്രം സൂര്യൻ നിൽക്കുന്നതിന് മുമ്പ് വീണിട്ടുണ്ടോ എന്നുള്ളതാണ് പല ആളുകളും അന്വേഷിക്കുന്നത്. ഇന്നിപ്പോ സംസ്ഥാനങ്ങൾക്ക് പഴയതുപോലെ നേരിട്ട് നികുതി അത്തരത്തിൽ ഏർപ്പെടുത്താനും നികുതിയിൽ പിൻവലിക്കാനുമുള്ള അധികാരമില്ല. ഇന്ത്യയുടെ ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ടാണ് GST കൗൺസിൽ നിലവിൽ വന്നത്. ആ GST കൗൺസിൽ അങ്ങനെ നിലവിൽ വന്നതിനെ തുടർന്നാണ് പലയിടങ്ങളിൽ ഈ കെട്ടിടത്തിന്റെ പഴയ പേര് GST ഭവൻ എന്നൊന്നും അല്ല. ഈ കെട്ടിടത്തിന്റെ പുതിയ പേരാണ് GST ഭവൻ. ആ GST ഭവനായി മാറുന്നത് എങ്ങനെ? GST കൗൺസിൽ നിലവിൽ വന്നതിന് ശേഷമാണ്. GST കൗൺസിൽ എങ്ങനെ